Hi dears. Now we are going to see about factor analysis and we will be uh, seeing how to do exploratory factor analysis in SPSS. So before going to the demo using SPSS, we should understand what is factor analysis. Factor analysis is actually it is a data reduction technique. Data reduction. Whenever you take a large number of data and you want to reduce or you want to summarize or group them into different factors or components based on the relationship or the correlation between the variables, you can perform a factor analysis. So factor analysis takes a large number of variables and reduces or summarizes it to represent them in different small factors. Those factors are made up of initial set of variables. അതായത് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ കുറേ items ഉണ്ട്. For example, when we are not able to have a scale to measure a particular construct, ഒരു particular construct measure ചെയ്യാനുള്ള ഒരു സ്കെയിൽ ഓൾറെഡി അവൈലബിൾ അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു പുതിയ സ്കെയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ആ സ്കെയിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ദ ക്വസ്റ്റ്യൻസ് ഓർ ഫോർ ദ സ്റ്റേറ്റ്മെന്റ്സ് വി കോൾ ഹിയർ ഐറ്റംസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും, സംടൈംസ് നിയർലി 100, സംടൈംസ് മോർ ദാൻ 100. സോ അത്രയും ഐറ്റംസിനെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് ഈസി. So we want to reduce or we want to group that particular set of items into some components or factors അല്ലെ. ആ വേരിയബിൾസിനെ ഉള്ള വേരിയബിൾസിനെ മുഴുവൻ അതിൻ്റെ കോമൺ പ്രോപ്പർട്ടീസ് അനുസരിച്ച് അല്ലെങ്കിൽ ആ വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ അനുസരിച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യണം നമ്മൾ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ഫാക്ടർ അനാലിസിസ് ചെയ്യാറുള്ളത്. സോ ദാറ്റ് ഇസ് വൈ വി കോൾ ഇറ്റ് ആസ് എ ഡാറ്റ റിഡക്ഷൻ ടെക്നിക്. And factor analysis is a method for investigating whether a number of variables of interest are related to a smaller number of unobservable factors. This is done by grouping the variables based on intercorrelations among a set of variables. That is, factor analysis എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ത്രൂ ദ ക്വസ്റ്റ്യൻസ് ഓർ ത്രൂ ദ ഐറ്റംസ് ഇൻ എ സ്കെയിൽ, ഒരു സ്കെയിലിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ അതിലെ ഐറ്റംസ് വെച്ച് ഒബ്സർവബിൾ ബിഹേവിയർ ആണ് നമ്മൾ അളക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സച്ച് ഒബ്സർവബിൾ വേരിയബിൾസ് നമ്മൾ ഐറ്റംസ് വെച്ച് അളക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ച്വലി ദാറ്റ് വിച്ച് റെപ്രസെന്റ് സം അൺഒബ്സർവബിൾ ഫാക്ടേഴ്സ്. അൺഒബ്സർവബിൾ ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ഒബ്സർവബിൾ വേരിയബിൾസ്. സോ ഇവിടെ ഈ ഒരു സെറ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിച്ചുകൊണ്ട്, വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു സെറ്റ് ഓഫ് വേരിയബിൾസിനെ ഒരു set of factors ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, if we have 100 items with us, we are trying to group the items or group those variables into a specific number of factors according to its similar properties or the similar features of it. Okay, what we say, the correlation among those variables, and we are grouping it as some factors or as components. And those initial variables are the manifest variables or observed variables, while the factors that are extracted in the process are called the latent variables. So നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇന്ന ഒരു സ്കെയിലിലാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനാറിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ദോസ് ക്വസ്റ്റ്യൻസ് ഓർ ഐറ്റംസ് ആർ ഒബ്സർവ്ഡ് വേരിയബിൾസ്. That is why we are giving that particular item or the question to the respondent, and we are trying to make the respondent respond to it. So it is observable. Whereas the factors that are extracted in the process, ഈ വേരിയബിൾസ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് they are actually unobservable ആണ്. അൺഒബ്സർവബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബ്സർവബിൾ ആയിട്ടുള്ള വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. അതായത് ഒബ്സർവബിൾ ആയിട്ടുള്ള വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഐറ്റംസ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഫാക്ടേഴ്സിനെ നമ്മൾ ആക്ച്വലി ലേറ്റന്റ് വേരിയബിൾസ് എന്ന് പറയും. അതായത് ദാറ്റ് ഇസ് അൺഒബ്സർവബിൾ ആണ്. അൺഒബ്സർവബിൾ ആയിട്ടുള്ള വേരിയബിൾസ് ആണ് ലേറ്റന്റ് വേരിയബിൾസ്. ആക്ച്വലി ദോസ് ആർ ദ ഫാക്ടേഴ്സ് ഓർ കമ്പണൻസ്. A common usage of factor analysis is in developing scale or questionnaires for measuring constructs that are not directly observable in real life. So actually നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് when we don't have some instrument to measure a particular construct, നമുക്ക് അത്തരം ഒരു കൺസ്ട്രക്ട് മെഷർ ചെയ്യാനുള്ള ഒരു പെർട്ടിക്കുലർ സ്കെയിൽ നമുക്ക് ഇല്ലെങ്കിൽ വി ക്യാൻ ഡെവലപ്പ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് അവർ ഓൺ യൂസിങ് ദിസ് പെർട്ടിക്കുലർ ടെക്നിക്, ദാറ്റ് ഇസ് ഫാക്ടർ അനാലിസിസ്.
So the factor analysis technique primarily examines the systematic interdependence among a set of observed variables through correlation, and those variables that have higher correlation are grouped together. അപ്പോൾ ഈ ഫാക്ടർ അനാലിസിസ് ടെക്നിക് യൂസ് ചെയ്തുകൊണ്ട് ഒരു സെറ്റ് ഓഫ് ഒബ്സർവബിൾ വേരിയബിൾസ്, ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ 100 ഐറ്റംസ് ഉള്ള ഒരു സ്കെയിലിൽ ആ 100 ഒബ്സർവബിൾ വേരിയബിൾസ്, ആ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഐറ്റംസ്, അതിനെ അതിൻ്റെ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് കണ്ടുപിടിക്കുക, അതായത് അതിൻ്റെ കോറിലേഷൻ കണ്ടുപിടിച്ച് ആ കോറിലേഷൻ അനുസരിച്ച് അതിനെ ഗ്രൂപ്പ്സ് ആക്കും. ഇപ്പോൾ 100ൽ ഒരു 10 ഗ്രൂപ്പ്സ്, അപ്പോൾ ഓരോ ഗ്രൂപ്പ്സിലും 10 10 10 വരുന്ന ഐറ്റംസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു 10 ഫാക്ടേഴ്സ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും എന്ത് ചെയ്യുമ്പോൾ, ഈ ഒരു ഫാക്ടർ അനാലിസിസ് ചെയ്യുമ്പോൾ. സംടൈംസ് ദർ വിൽ ബി മോർ ദാൻ 10 ഫാക്ടേഴ്സ് വരാം, ചിലപ്പോൾ ലെസ് ദാൻ 10 ആയിരിക്കാം വരിക. സോ അക്കോർഡിംഗ് ടു ദാറ്റ് കോറിലേഷൻ ബിറ്റ്വീൻ ദോസ് വേരിയബിൾസ്, ആ 100 ഐറ്റംസിന്റെ ഉള്ളിലുള്ള കോറിലേഷൻ അനുസരിച്ച് ഇവിടെ ഫാക്ടേഴ്സ് എത്ര എണ്ണം ഉണ്ടാവുന്നു എന്നുള്ളത് മാറിപ്പോകാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫാക്ടർ അനാലിസിസ് യൂസ് ചെയ്യാം. And you should know that factor analysis എന്ന് പറയുമ്പോൾ it is mainly of two types. One is exploratory factor analysis and the other one is confirmatory factor analysis, and these two are used for two different purposes. ഇവിടെ എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഈ പേരിൽ പറയുന്നത് പോലെ തന്നെ ടു എക്സ്പ്ലോർ ആണ്. ദാറ്റ് ഈസ് നമ്മളൊരു സ്കെയിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, ആ സമയത്ത് അതിലെ വേരിയബിൾസിൽ നിന്നും നമ്മൾ ഈ ഫാക്ടേഴ്സിനെ നമ്മൾ എക്സ്പ്ലോർ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഒരു എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. നേരെ തിരിച്ച് വി ഹാവ് ആൻ ഓൾറെഡി മെയ്ഡ് സ്കെയിൽ ഓർ വി ഹാവ് എ തിയറി വിത്ത് അസ്. ഓക്കെ, ഒരു വെൽ ബിൽഡ് തിയറി നമ്മുടെ കയ്യിലുണ്ട്, അതിനനുസരിച്ച് ഒരു സ്കെയിൽ നമ്മളുടെ അവൈലബിൾ ആണ്. അതിലേക്ക് നമ്മുടെ ഡാറ്റ ഫിറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി, ജസ്റ്റ് ടു കൺഫേം if the data fits to that particular model, we will run confirmatory factor analysis. Okay, so they are confirmatory when testing the hypothesis of existing theories and concepts. Existing theories and concepts test ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ we have to use confirmatory factor analysis just to see if the data fits into that particular theory or particular model. And exploratory factor analysis when they search for latent patterns in the data in case there is no or only little prior knowledge on how the variables are related. So exploratory factor analysis actually use ചെയ്യുന്നത് when there is a scarcity of data, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിലും പറയുന്നില്ല, അതിൻ്റെ ഒരു ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നില്ല, വളരെ കുറവ് നോളജ് മാത്രമേ അതിനെക്കുറിച്ച് ഉള്ളൂ എങ്കിൽ അത്തരം കേസിൽ അതിനെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു പുതിയ സ്കെയിലിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. When exploratory factor analysis is applied to a data set, the method searches for relationships, that is variables with high correlation are grouped together between the variables in an effort to reduce a large number of variables into a smaller set of composite factors. So നേരത്തെ പറഞ്ഞതുപോലെ ഡാറ്റ റിഡക്ഷൻ ടെക്നിക് എന്നുള്ളതാണ്, ഒരു വലിയ സെറ്റ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഒരു വലിയ സെറ്റ് ഓഫ് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് ഐറ്റംസിനെ നമ്മളൊരു സെറ്റ് ഓഫ് കോമ്പോസിറ്റ് ഫാക്ടേഴ്സ്, കുറച്ച് ഫാക്ടേഴ്സ് ആക്കി മാറ്റുകയാണ്. 100 ക്വസ്റ്റ്യൻസിനെ നമ്മൾ 10 ഫാക്ടേഴ്സ് ആക്കി മാറ്റുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ് റൺ ചെയ്യുന്ന സമയത്ത് അവിടെ വേരിയബിൾസിന്റെ ഹൈ കോറിലേഷൻ, ഏതെല്ലാം ഐറ്റംസ് ആണോ ഹൈലി കോറിലേറ്റഡ് ആയിട്ടുള്ളത്, ആ ഹൈലി കോറിലേറ്റഡ് ഐറ്റംസ് ഗ്രൂപ്പ് ചെയ്ത് അത് ഒരുമിച്ച് ഒരു ഫാക്ടറിന് ചുവട്ടിലായിട്ട് വരികയാണ്. സോ അങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള വേരിയബിൾസ്, ഹൈ കോറിലേഷൻ ഉള്ള വേരിയബിൾസ് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ഫാക്ടറിന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡയമെൻഷന് കീഴിലായിട്ട് വരുന്നു. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ us to reduce the data or reduce the items from 100 to 10 or some like other factors. Okay, so for it we use exploratory factor analysis. And exploratory factor analysis, it is actually an exploratory technique that is utilized in research to group a large number of variables, observed variables, into smaller representative factors or the latent factors. So ഇവിടെ എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ് പറയുമ്പോൾ ഈ ഒരു ഡാറ്റ റിഡക്ഷൻ തന്നെയാണ്. ലാർജ് നമ്പർ ഓഫ് വേരിയബിൾസ്, അതായത് ഒബ്സർവ് വേരിയബിൾസ്, ഈ പറഞ്ഞ ഐറ്റംസ് ഇൻ എ സ്കെയിൽ, അത് ഒബ്സർവ്ഡ് വേരിയബിൾസ് ആണ്. അതിനെ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിട്ട്, ഒരു സ്മോൾ റെപ്രസെൻറ്റേറ്റീവ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആക്കിയിട്ട് മാറ്റുകയാണ്. ആ റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ദോസ് ആർ അൺഒബ്സർവ്ഡ് ആണ്. ആൻഡ് ദോസ് അൺഒബ്സർവ്ഡ് ഫാക്ടേഴ്സ് ഓർ വേരിയബിൾസ് വി കോൾ ദം ലേറ്റന്റ് ഫാക്ടേഴ്സ്. Whereas CFA, that is confirmatory factor analysis, it is utilized to test a particular set of relationships based on some theory and to ascertain the data fits the proposed model in an adequate manner. Already ഒരു സ്കെയിൽ ഡെവലപ്പ് ചെയ്തതുണ്ട്, മറ്റൊരു സാമ്പിളിൽ യൂസ് ചെയ്തത്, ആൻഡ് വി വോണ്ട് ടു ടെസ്റ്റ് ഇഫ് ദ ഡാറ്റ വി ഹാവ് ഫിറ്റ്സ് ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ സ്കെയിൽ. ഓക്കെ, അതിന് ആപ്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CFA അല്ലെങ്കിൽ കൺഫർമേറ്ററി ഫാക്ടർ അനാലിസിസ് റൺ ചെയ്യാറുള്ളത്. Okay, now we will go on with
the process of doing exploratory factor analysis in SPSS. Let us see in the next session.